എന്തൊക്കെയുണ്ട് സമാചാരങ്ങൾ? ഇന്ന് നമ്മളൊരു ചെറിയ റിവ്യൂ ആണ് കേട്ടോ. റിവ്യൂ അല്ല, ഒരു ഇംപ്രഷൻ ചെയ്യാൻ പോവാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം DJI Osmo Pocket 3 ആണ്. സംഭവം ഇപ്പം കിട്ടിയതേ ഉള്ളൂ. അപ്പം ഇതിനെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്, എങ്ങനെയുണ്ട് സംഭവം എന്ന് അറിയാൻ വേണ്ടി. അപ്പം നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, നമുക്കിത് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. DJI Osmo Pocket 3 ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയാകുന്നേ ഉള്ളൂ. എന്നാൽ DJI Osmo Pocket 3 ഇന്ന് വ്ളോഗേഴ്സിൻ്റെ ഗോ ടു ക്യാമറയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ മിനിച്ചർ സൈസും ആ ഗിംബൽ ഫീച്ചേഴ്സുമാണ് ഇതിനെ ഐ ക്യാച്ചി ആയിട്ട് ആൾക്കാർക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ DJI Osmo Pocket 3യിൽ ലോ ലൈറ്റ് പെർഫോമൻസും 1-inch സെൻസറും തരുന്ന ആ വിഷ്വൽസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ DJI Osmo Pocket 3 വാങ്ങിക്കാൻ കാരണം. ഇതിൽ 2 പാക്കേജ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ബേസിക് പാക്കേജ്, ക്യാമറ മാത്രമായിട്ട് വരുന്നതും, പിന്നെ രണ്ടാമത് ക്രിയേറ്റേഴ്സ് കോംബോ. ക്രിയേറ്റേഴ്സ് കോംബോയിൽ നമുക്കൊരു മൈക്രോഫോൺ ട്രാൻസ്മിറ്ററും കൂടി വരുന്നുണ്ട്. അത് നമുക്ക് വയർലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ വൈഡ് ആംഗിൾ ലെൻസ് ആൻഡ് ഡുവൽ ഹാൻഡിൽ. ഞാൻ ബേസിക് പാക്കേജാണ് ചൂസ് ചെയ്തത്, കാരണം DJIയുടെ മൈക്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ക്രിയേറ്റേഴ്സ് കോംബോ വാങ്ങിച്ചില്ല. എന്തുകൊണ്ടാലും നിങ്ങൾ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ക്രിയേറ്റേഴ്സ് കോംബോ തന്നെ വാങ്ങിക്കുക. കാരണം ആ മൈക്രോഫോൺ തരുന്ന ഫ്ലെക്സിബിലിറ്റി എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വൈഡ് ആംഗിൾ ലെൻസ് ഞാൻ സെപ്പറേറ്റ് ഓർഡർ ചെയ്തു. വൈഡ് ആംഗിൾ ലെൻസ് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും. ബേസിക് പാക്കേജിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വൈഡ് ആംഗിൾ ലെൻസും കൂടി വാങ്ങിക്കാൻ. എന്തുകൊണ്ടെന്നാൽ ഓസ്മോ പോക്കറ്റ്സ് ഉപയോഗിച്ചവർക്കറിയാം, വളരെ ക്ലോസപ്പ് വ്യൂസാണ് ഓസ്മോ പോക്കറ്റ്സ് തരുന്നത്. ഓസ്മോ പോക്കറ്റ് 3യിലേക്ക് വന്നപ്പോൾ അത് ബെറ്റർ ആയെങ്കിലും നമുക്ക് ആ വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ കിട്ടണമെങ്കിൽ വൈഡ് ആംഗിൾ ലെൻസ് ആഡ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾ ക്രിയേറ്റേഴ്സ് കോംബോ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഈ വൈഡ് ആംഗിൾ ലെൻസും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഓസ്മോ പോക്കറ്റ് 3യുടെ ടോപ്പ് ഫീച്ചേഴ്സാണ് 1-inch സെൻസർ, 4K 60 റെക്കോർഡ് ചെയ്യാൻ പറ്റുക, സ്ലോ മോഷനിൽ 120 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ റൊട്ടേറ്റബിൾ സ്ക്രീൻ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഷൂട്ടിംഗ് ലഭ്യമാണ്. അതുപോലെ തന്നെ 3 ആക്സിസ് ഗിംബൽ, സ്റ്റേബിളൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫുട്ടേജ് നമുക്ക് തരുന്നു. ആക്റ്റീവ് ട്രാക്ക് 6.0, ഫുൾ പിക്സൽ ഫാസ്റ്റ് ഫോക്കസിങ് എബിലിറ്റി, അതുപോലെ തന്നെ D-Log M-ൽ 10 ബിറ്റ് റെക്കോർഡിംഗ് ഉണ്ട്. സ്റ്റീരിയോ റെക്കോർഡിംഗ് ആണ്, പോക്കറ്റ് സൈസാണ്. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സാണ് നമുക്ക് ഈ DJI Pocket 3യിൽ ലഭ്യമാകുന്നത്. ആദ്യം തന്നെ നമുക്ക് ആക്റ്റീവ് ട്രാക്ക് 6.0 എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ വൈഡ് ആംഗിൾ ലെൻസിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഒരു വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ ഒരു ഫീച്ചറാണ് ആക്റ്റീവ് ട്രാക്കിംഗ്. അപ്പം നമുക്ക് ആക്റ്റീവ് ട്രാക്കിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ വൈഡ് ആംഗിൾ ലെൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലൊരു വൈഡ് ഫ്രെയിം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് എടുത്തു മാറ്റാം. ഓക്കെ, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, എന്നാലും അത് നമുക്ക് ഉപകാരപ്പെടും, ട്രാവലിങ്ങിനൊക്കെ ഉപകാരപ്പെടും. അപ്പം ഇനി നമുക്ക് നമ്മുടെ ആക്റ്റീവ് ട്രാക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ആക്റ്റീവ് ട്രാക്കിംഗ് 6.0. ഓഡിയോ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓഡിയോ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ട്രാക്ക് ചെയ്യുന്നതാണ്. ഇതെനിക്കൊരു അടിപൊളി ഓപ്ഷനായിട്ട് തോന്നി, കാരണം ട്രാവലേഴ്സിന് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് വരുന്ന ഒരു സംഭവമായിരിക്കും ഇതൊക്കെ കാരണമാണ് DJI Osmo Pocket 3 ബാക്കിയുള്ള ആക്ഷൻ ക്യാമറാസ് അല്ലെങ്കിൽ സാധാരണ ക്യാമറകളിലേക്കാളും വ്യത്യസ്തമാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ DJI മൈക്കിനെ കുറിച്ച് പറയാം. ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യത്തെ മൈക്കാണ്, അതായത് നമ്മുടെ ബോക്സിൽ കിട്ടുന്ന ഈ മൈക്കാണ്. അപ്പം ഇതിൻ്റെ കൂടെ കിട്ടുന്ന ക്രിയേറ്റേഴ്സ് കോംബോയിൽ കിട്ടുന്ന മൈക്കിന് നമുക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനത്തെ ചില ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കിട്ടാറില്ല. അതായത് എക്സ്റ്റേണൽ വേറെ ഏതെങ്കിലും മൈക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ കിട്ടുന്നില്ല. എന്നാലും റെക്കോർഡ് ഞെക്കിയിട്ട് നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ കാര്യങ്ങൾ പറയാം. അപ്പം അത് ജസ്റ്റ് നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒബ്വിയസ്ലി ക്രിയേറ്റേഴ്സ് കോംബോ തന്നെ വാങ്ങിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സ്ലോ മോഷനാണ്.
അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ട സ്ലോ മോഷൻ വീഡിയോസ് എങ്ങനെയുണ്ട്? 120/s ഫ്രെയിം റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ലോ മോഷൻസ് ആണ് DJI Osmo Pocket 3 തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻബിൽട്ട് മൈക്ക് റെക്കോർഡിങ്ങിൽ കൂടെയാണ് Osmo Pocket 3യുടെ മൈക്കിൽ കൂടെയാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത്. പുറകിലെ സൗണ്ട്, ഈ വാട്ടർഫോണിൻ്റെ സൗണ്ട് കൂടുതലാണെന്നറിയാം. എങ്ങനെയുണ്ട്? നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു? ഞാൻ ഒരു ഒപ്പീനിയൻ പറയാത്തത്, ഞാൻ ഇനിയും ഇത് ടെസ്റ്റ് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു മാസം കഴിഞ്ഞ് നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നതായിരിക്കും. സോ ഫാർ ഞാൻ ഹാപ്പിയാണ്. ചെറുതായിട്ടൊരു ഹീറ്റിംഗ് പോലെ തോന്നുന്നുണ്ട്, എന്നാലും ഒത്തിരി ബാഡല്ല. ഗോപ്രോയുടെ അത്ര എനിക്ക് തോന്നിയില്ല, എന്നാലും ചെറുതായിട്ടൊരു ചൂടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ചൂടുള്ള ഒരു സ്ഥലമാണ്, ഞങ്ങളുടെ ഡാർവില്ലിൽ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം എന്തായാലും അതുപോലെ തന്നെ ഇതിൽ ഞാൻ 2-3 ഫോട്ടോസ് ഈ വഴി കൂടെ നടന്നപ്പോൾ എടുത്ത ഫോട്ടോസ് ഉണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോസ്. അപ്പം ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് മോഷൻ ലാപ്സും പിന്നെ ഹൈപ്പർ ലാപ്സ്, ടൈം ലാപ്സ് ഒക്കെയാണ്. അതെല്ലാം 4Kയിൽ തന്നെ 4K 30, 4K 60 റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലെ മോഷൻ ലാപ്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഹൈപ്പർ ലാപ്സ് ആൻഡ് ടൈം ലാപ്സിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം എല്ലാ ക്യാമറകളിലും ഇപ്പോൾ ചെയ്തു വരുന്ന ഒരിതാണ്. ഒബ്വിയസ്ലി നമുക്ക് അതിനെക്കുറിച്ചെല്ലാം അറിയാം. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് പ്രൊഡക്റ്റ് ഷോക്കേസിംഗ് ആണ്. അതായത് ഇതിലുള്ള ഒരു പുതിയ ഫീച്ചറാണ് പ്രൊഡക്റ്റ് ഷോക്കേസിംഗ്. അത് ഞാനിപ്പോൾ ഓണാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്ന് പ്രൊഡക്റ്റ് ഷോക്കേസിന് നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസ് തന്നെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ വൈഡ് ആംഗിൾ ലെൻസാണ് ഫോക്കസിൽ വന്നേക്കുന്നത്. ഈ ലെൻസാണ് ഫോക്കസിൽ വന്നേക്കുന്നത്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫീച്ചർ. നമുക്ക് പലപ്പോഴും ഇത് യൂസ്ഫുൾ ആവും. ഇപ്പം എനിക്ക് തോന്നുന്നു കുക്കിങ്ങിൻ്റെ ഇതാണേലും വ്ളോഗേഴ്സ് ചെയ്യുന്നവരാണേലും എന്തിനും ഉപകാരപ്പെടുന്ന ഒരു ഇതാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് കാണിക്കാനും എന്തുകൊണ്ടും ഈ ഓപ്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വലിയൊരു ക്യാമറയിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് തന്നെ നമുക്ക് ഈ ഒരു ചെറിയ ഒരു DJI Osmo Pocket 3 കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഒട്ടും വെയിറ്റും ഇല്ല, നമുക്ക് എവിടെ വേണേലും ബാഗിൽ ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യാം. ഇങ്ങനത്തെ ഓപ്ഷൻസും കിട്ടുമ്പം ഇത് ടോട്ടലി വെർത്തിട്ടാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ DJI Osmo Pocket 3 ഒറ്റ നോട്ടത്തിൽ അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ ഇപ്പം സോ ഫാർ എനിക്ക് തോന്നിയേക്കുന്ന ഒരു പ്രശ്നമെന്ന് തോന്നിയത്, ഇത് നമ്മുടെ ഗോപ്രോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആക്ഷൻ ക്യാമറാസ് പോലെ നമുക്ക് റഫായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് നമുക്കിപ്പം ഇത് ഞാൻ സ്റ്റാൻഡില്ലാതെ വെച്ചേക്കുന്നത്. എന്നാലും എനിക്കൊരു പേടിയുണ്ട്, ഇത് കാറ്റടിച്ച് വീണാൽ ഇതിൻ്റെ ലെൻസ് പൊട്ടിയാൽ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമുക്ക് ആ ഗോപ്രോ അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറാസിൽ നമുക്ക് ഒന്നും പേടിക്കണ്ട. ചുമ്മാ എടുത്ത് നമ്മൾ ബാഗിലിടാം, പോക്കറ്റിൽ ഇടാം, എന്തും പേടിക്കണ്ട നമുക്ക്. പക്ഷേ അത് ഇതിന് പറ്റത്തില്ല. അപ്പം വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇച്ചിരി ഒതുങ്ങാൻ പാടുണ്ട്. ഈ പുറകിൽ ആ മൈക്കിൻ്റെ ട്രാൻസ്മിറ്ററും കൂടി വരുമ്പം കയ്യിലൊന്ന് പിടിക്കാൻ. അപ്പം എനിക്കൊരു താഴെ ഒരു ട്രൈപോഡ് സ്റ്റാൻഡും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. എന്നാലും ചെറിയ കൈയൊക്കെ ഉള്ളവർക്ക് ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു.
പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇതിൻ്റെ അകത്തുള്ള ഒരു ഫീച്ചറാണ് 180 ഡിഗ്രി സ്പിൻ ഷോട്ട്സ്. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കൊരു ക്രിയേറ്റീവായിട്ട് കുറേ ഷോട്ട്സ് എടുക്കാനും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്റ്റോറി ബെറ്ററായിട്ട് പറയാൻ ഇതൊക്കെ ഉപകാരപ്പെടും. DJയുടെ ഗിംബിൾസ് ഉപയോഗിക്കുന്നവർക്കറിയാം, അതിൽ 360 ഡിഗ്രി ടേൺ ഉണ്ട്. ഇതിൽ 180 ഉള്ളൂ. എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കിപ്പോൾ ഒരു കാറിൻ്റെ ആണെങ്കിലും ഒരു 180 ഷോട്ട്സ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ക്യാമറ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോഗ്രാഫി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു ഫീച്ചർ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് ഡൈനാമിക് ഫ്രെയിമിംഗ് എന്നുള്ളൊരു ഓപ്ഷനെ കുറിച്ച് കാണിച്ചു തരാം. അതായത് നമുക്ക് ഏത് സൈഡിൽ നിന്നും നമ്മളെ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നത്. അതിപ്പം നമ്മളെ അവിടെ ഇപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വെച്ച് നമ്മളെ ട്രാക്ക് ചെയ്ത് ബാക്കി നമുക്ക് ഇത്രയും ഭാഗം ഫ്രീ ആയിട്ട് അത് നമ്മൾ എങ്ങനെ പിടിച്ചാലും ആ ഒരു ഫ്രെയിമിൽ തന്നെ നമ്മളെ നിർത്തുന്ന ഒരു ഓപ്ഷൻസാണ്. അപ്പം ഇനി നമുക്കത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം. നല്ല ചൂടായി തുടങ്ങി ഇവിടെ, നല്ല 11 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ വേർക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കയറാം. അപ്പോൾ ഓക്കെ, വീട്ടിൽ വെച്ച് കാണാം. ഗൈസ്, ഇതാണ് ഡൈനാമിക് ഫ്രെയിമിംഗ്. ഞാനിതിപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കീപ്പ് ചെയ്തേക്കുവാണ്. എന്നെ ഫ്രെയിമിൽ ലെഫ്റ്റ് സൈഡിൽ ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്താലും നമ്മളെ മാക്സിമം ലെഫ്റ്റ് സൈഡിൽ ഇത് നമ്മളെ വെക്കും, സെൻട്രൽ അല്ലാതെ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആകുന്നത് നമുക്കൊരു സൈഡിൽ ഒരാളുമായിട്ട് സംസാരിക്കുന്നതാണ്, അല്ലെ ട്രാവൽ ചെയ്യുമ്പം നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഫ്രെയിമിൽ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഇനി പറയാനുള്ള കാര്യങ്ങൾ, ഇത് വെബ് ക്യാമായിട്ട് ഉപയോഗിക്കാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു വെബ് ക്യാമായിട്ട് ഉപയോഗിക്കാം. ഇന്നത്തെ കാലത്ത് അത് എന്തുമാത്രം യൂസ്ഫുൾ ആകുമെന്ന് അറിയത്തില്ല, എന്നാലും അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഗ്ലാമറസ് ഷോട്ട് ഉണ്ട്, നമ്മുടെ ഫേസിനെ നമുക്ക് ഗ്ലാമറസ് ആക്കുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പം പറയാനുള്ളത്, ഇതിൻ്റെ DJI മീമോ ആപ്പിൽ നമുക്ക് ലൈവായിട്ട് നമ്മളെ തന്നെ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് DJI മീമോയുടെ ലൈവ് വ്യൂ. അപ്പോൾ ഇതിൽ നമുക്ക് ജോയ്സ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം ഇതിൽ കൺട്രോൾ ചെയ്യാം. സ്റ്റാർട്ട് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓഡിയോയുടെ ഇത് ഇവിടെ കാണാം. അതുപോലെ തന്നെ ബാറ്ററി ലോ ആണ്, അതുവരെ ഇത് കാണിക്കുന്നുണ്ട്. ഇതൊരു യൂസ്ഫുൾ ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ലോ ലൈറ്റ് മോഡിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോ ലൈറ്റ് മോഡ് ഇന്നലെ വൈകിട്ട് ഞാൻ പള്ളിയിൽ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. എനിക്ക് ഇതിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി അപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മൾ 12 Pro Max സെയിം വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ഒട്ടും ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പം ലോ ലൈറ്റ് മോഡ് പെർഫോമൻസിന് നമുക്ക് DJI osmo Pocket 3ക്ക് 10 out of 10 കൊടുക്കാം. കാരണം അടിപൊളിയായിരുന്നു. അപ്പം ഇന്ന് ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഇംപ്രഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കാരണം ഇനിയും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഇതൊരിക്കലും ഒരു ആക്ഷൻ ക്യാമറയായിട്ട് നിങ്ങളിത് കമ്പയർ ചെയ്യരുത്. ഇത് ഒരു ആക്ഷൻ ക്യാമറയല്ല. ഇത് നമ്മളൊരു ട്രാവലിംഗ് ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറയുടെ രീതിയിൽ കണ്ടാൽ മതി. നിങ്ങളൊരു അഡ്വഞ്ചറസ് ട്രാവലർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ആക്ഷൻ 4 ഒന്ന് നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ഒരു ബേസിക് ഒരു ട്രാവലറിന്, ഒരു സോളോ ട്രാവലേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയി വരുന്ന ഒരു ക്യാമറ തന്നെയായിരിക്കും DJI osmo Pocket 3. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവുന്നിടം വരെ ബൈ ബൈ.